സോ നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ വഴി പ്രൊവൈഡ് ചെയ്യുന്നത് മീസിൽസും റുബെല്ലയും അതായത് MR വാക്സിൻസ് ആണ്. അതിൽ മംസിൻ്റെ എതിരെയുള്ള വാക്സിൻസ് ഇല്ല. സോ ഈ ഒരു ഇടയായിട്ട് കുറച്ച് മംസ് കേസസ് കൂടുതൽ കാണുകയും അതേപോലെ തന്നെ മംസായിട്ട് കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതൽ കാണുകയും ചെയ്യപ്പെടാറുണ്ട്. സോ കുറേ പേരൻസിന് ആ മംസ് വാക്സിനെ കുറിച്ച് കുറച്ച് ഡൗട്ടുണ്ട്. സോ അതാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ആദ്യത്തെ ഡൗട്ട് പ്രധാനമായിട്ടും ഈ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ MR വാക്സിൻ യൂഷ്വലി നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ MMR വാക്സിൻ പ്രൈവറ്റിൽ അവൈലബിൾ ആണ്. സോ പ്രൈവറ്റിൽ എടുക്കുന്നവർക്ക് അധികം കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ ഗവൺമെൻറ്റിൽ MR വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 15 മന്തിൽ നെക്സ്റ്റ് വാക്സിൻസ് വരുമ്പം അവിടെ MMR കൊടുക്കാം. അതേപോലെ തന്നെ ബൂസ്റ്റർ 4 to 5 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലും MMR കൊടുക്കാവുന്നതാണ്. സോ MMR വാക്സിൻസ് അല്ലെങ്കിൽ MR വാക്സിൻസ് എടുക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ 9-ാം മാസം നോർമലി MRന് പകരം MMR വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ബൂസ്റ്റർ ഡോസസ് ആയിട്ട് നെക്സ്റ്റ് 15-ാം മാസവും അതേപോലെ തന്നെ 4 to 6 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലും നമുക്ക് ബൂസ്റ്റർ ഡോസ് MMR കൊടുക്കാവുന്നതാണ്. അതേപോലെ ഈ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 2 ഡോസ് MR എടുത്തു കഴിഞ്ഞാലും നെക്സ്റ്റ് ആ ഒരു ബൂസ്റ്റർ ഡോസ് വരുന്ന സമയത്ത് അതായത് ഒരു 4 to 6 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് MMR എടുക്കാവുന്നതാണ്. വേറൊരു ഡൗട്ട്, ഇപ്പം 3 ഡോസസ് ഓഫ് MR വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ നിങ്ങൾ 3 ഡോസസ് ഓഫ് MR അതായത് 9-ാം മാസം 15-ാം മാസം അതേപോലെ തന്നെ ഒരു 4 to 6 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിലും നിങ്ങൾ MR വാക്സിൻസ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പോഴെങ്കിലും കുട്ടിക്ക് MMR വാക്സിൻസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേപോലെ വേറൊരു ഡൗട്ട്, ഈ ഒരു 5 ഇയേഴ്സ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് MR വാക്സിൻസ് കൊടുത്തതിന് ശേഷം എത്ര നാളുകൾക്ക് ശേഷം MMR വാക്സിൻസ് കൊടുക്കണമെന്നാണ്. സോ ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിന് ശേഷം തന്നെ MMR വാക്സിൻസ് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഈ ഒരു സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള അഡോളസെൻറ്റ് ചിൽഡ്രൻ, സോ അവർക്ക് യൂഷ്വലി MMR നേരത്തെ റിസീവ് ആയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും MMR വാക്സിൻസ് കൊടുക്കേണ്ടതാണ്. യൂഷ്വലി 2 ഡോസാണ് നമ്മൾ പറയുക. 1 മന്ത് ഗ്യാപ്പിൽ 2 ഡോസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വേറൊരു ഡൗട്ട്, ഈ അഡൽട്സിനൊക്കെ MMR വാക്സിൻസ് എടുക്കണമെന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നേരത്തെ വാക്സിൻസ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു MMR വാക്സിൻസ് എടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെപ്പോഴും നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ഡോസസ് ഓഫ് MMR വാക്സിൻസ് 1 മാസം ഗ്യാപ്പിൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.